ഹലോ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളാണ്. ഇത് ക്ലാസ് 9 കേരള സിലബസിലെ ക്ലാസ് 9 കെമിസ്ട്രിയിലാണുള്ളത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ, ഒരു ക്ലാസിഫിക്കേഷൻ ടേബിൾ, അതിന് വലിയൊരു ചരിത്രം തന്നെ പറയാനുണ്ട്. നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ആധുനിക പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ഉരുത്തിരിഞ്ഞുണ്ടായതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കണം. ഫസ്റ്റ് ആരൊക്കെയാണോ ഏതൊക്കെ രീതിയിലാണോ ക്രമീകരണങ്ങൾ നടത്തിയത്, അതിന് പിന്നീട് പുരോഗതി ഉണ്ടായിട്ടാണ് ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അന്ന് ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയ സയൻറ്റിസ്റ്റിനെ കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ അതിനു മുന്നേയായി ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണത്തിൻ്റെ പ്രാധാന്യമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് തന്നെ ഒരുപാട്, ഇപ്പം 9th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 9th ABCD, അങ്ങനെ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഒരുപാട് ഡിവിഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ചില സ്കൂളിൽ കുറവായിരിക്കും, കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിൽ ഡിവിഷൻസും കുറവായിരിക്കും. അപ്പോൾ അതെന്താണ്, നമുക്ക് ഒരു കുട്ടിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഈസിയാണ്. 9th Bയിലെ ഇന്ന കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുട്ടിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ ലൈബ്രറിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് സെക്ഷൻസ് അത് അല്ലേ. ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാവും, പിന്നെ എന്താണ് സയൻസിന് വേറൊരു സെക്ഷൻ, സയൻസിൽ തന്നെ അത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്ന് പറഞ്ഞിട്ട് വേറെ സെക്ഷൻസ് ഉണ്ടാവും, മാത്തമാറ്റിക്സിന് വേറെ സെക്ഷൻസ് ഉണ്ടാവും. ഇനിയിപ്പോൾ പ്രൈമറിയും സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും വേറെ വേറെ സെക്ഷൻസ് ഉണ്ടാവും. പിന്നെ എല്ലാ ഭാഷകൾക്കും വേറെ സെക്ഷൻസ് ഉണ്ടാവും. അപ്പം നമുക്കൊരു കുട്ടി ലൈബ്രറിയിൽ കയറിയാൽ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദ ചൈൽഡ് ടു ഫൈൻഡ് ഔട്ട് എ ബുക്ക് ഫ്രം ദ ബുക്ക് ഷെൽഫ്സ്. അപ്പോൾ അതുപോലെയാണ് നമുക്കൊരു മൂലകത്തെക്കുറിച്ച് അറിയാനും അതിൻ്റെ സ്ഥാനം എവിടെയാണ്, അതിൻ്റെ അറ്റോമിക നമ്പർ എന്താണ്, അറ്റോമിക മാസ് എന്താണ്, അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് പഠിക്കാൻ ഈ ഒരു പീരിയോഡിക് ടേബിൾ കൊണ്ട് സാധ്യമാവുന്നതാണ്. അപ്പോൾ അതുതന്നെയാണ് വർഗീകരണത്തിൻ്റെ ലക്ഷ്യവും. നമ്മുടെ ടാസ്ക് ഈസിയാക്കുക, അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കി വെച്ചാൽ അത് കൈകാര്യം ചെയ്യുന്നവർക്ക് അത് വളരെയധികം എളുപ്പമായിരിക്കും, കൈകാര്യം ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇൻടു ദ ഹിസ്റ്ററി, ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് ആദ്യമായി ചെറിയൊരു വിവരണം കൊടുത്തിരിക്കുന്നത്. ഒന്നുമില്ല, അതിനെക്കുറിച്ച് ഇന്ന് അറിയപ്പെടുന്ന 120 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ 90 എലമെൻറ്റ്സോളം അത് നാച്ചുറലി പ്രസൻറ്റ് എലമെൻറ്റ്സ് ആണ്, ആൻഡ് ദ റെസ്റ്റ് ആർ ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് വൺ. ആൻഡ് ഓൾ ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ മോസ്ലി എന്ന ശാസ്ത്രജ്ഞൻ്റെ ഒരു സംഭാവനയാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് മോഡേൺ പീരിയോഡിക് ടേബിളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് എത്താൻ വേണ്ടി ബാക്കിയുള്ള സയൻറ്റിസ്റ്റ് എന്തെല്ലാം ചെയ്തു നമുക്കറിയാം. സയൻസിൽ ഒന്നും തന്നെ ഒരു പ്രത്യേകിച്ച് ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഡെവലപ്മെൻറ്റിനേക്കാളും ഒരാളുടെ ഒരു കണ്ടുപിടുത്തത്തിനെ ഫോളോ ചെയ്ത് അങ്ങനെയാണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഇൻവെൻഷൻസൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത് അല്ലേ. അപ്പം അതുപോലെ നമ്മുടെ ആദ്യം തന്നെ ആരായിരുന്നു അതിന് അടിത്തറ പാകിയത് അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമിട്ടത് എന്ന് പറയുന്നത്, നമ്മുടെ ഇൻ ടു ദ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് വാസ് ലാവോസിയർ. ആ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ലാവോസിയർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് വളരെ വളരെ പ്രാധാന്യം നിറഞ്ഞൊരു പേരാണ്. കാരണം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, എസ്പെഷ്യലി കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ലാവോസിയർ എന്നുള്ളത്. അദ്ദേഹമാണ് 1789 അന്ന് അറിയപ്പെട്ടിരുന്ന 30 എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. അന്നുണ്ടായിരുന്ന എലമെൻറ്റ്സിനെ മുഴുവൻ, അന്ന് നിലവിലുണ്ടായിരുന്ന 30 എലമെൻറ്റ്സിനെയും അദ്ദേഹം മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, ലോഹങ്ങളും അലോഹങ്ങളും എന്ന രീതിയിൽ വർഗീകരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അന്ന് മെറ്റലോയിഡ്സ് എന്ന് പറയുന്ന വേറൊരു വിഭാഗമുണ്ട്, അല്ലെങ്കിൽ മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകൾ കാണിക്കുന്ന മറ്റൊരു വിഭാഗം കൂടി ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർക്കൊരു പ്രത്യേക സ്ഥാനം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അപ്പം ദിസ് വാസ് വൺ ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആളായ ലാവോസിയർ അദ്ദേഹം വർഗീകരിച്ചത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തത് ദ എലമെൻറ്റ്സ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്നുള്ളതാണ്. പിന്നെ എന്തായിരുന്നു അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് മെറ്റലോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ചേർക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് വിച്ച് ഷോസ് ബോത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്.
ഇനി നെക്സ്റ്റ് നമ്മൾ ആഫ്റ്റർ ലാവോസിയർ, അടുത്തതിന് ശേഷം ആരാണ്? ഇറ്റ് വാസ് ഡോബർണിയർ. ഡോബർണിയർ എന്നൊരു ശാസ്ത്രജ്ഞനായിരുന്നു അടുത്ത് ഇതിന് ബാക്കിയുള്ള വർക്കൗട്ട് നടത്തിയിരുന്നത്. who gave notable contribution in the classification of elements. He formed small groups of 3 elements. That is very very important. The small groups of 3 elements, മൂന്ന് എലമെൻറ്റ്സ് ചേർന്നിട്ടുള്ള 3 മൂലകങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പായിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരുന്നത്. അപ്പം ഇതിനെയാണ് ട്രയാഡ്സ് എന്ന് പറയുന്നത്. ട്രൈ മീൻസ് 3, ട്രയാഡ്സ്. These groups are known as triads, and you can see the different kinds of groups, that is lithium, sodium, potassium, one group. Another group is calcium, strontium, barium, and another group you can see chlorine, bromine and iodine. അങ്ങനെ ചെറിയ ഗ്രൂപ്പുകൾ 3 എലമെൻറ്റ്സ് ഉള്ള ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനിട്ട പേരാണ് ട്രയാഡ്സ്. ട്രൈ മീൻസ് 3. അപ്പം ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? നമുക്കറിയാം ട്രയാഡ്സ് എന്ന് പറയുമ്പോൾ 3 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മധ്യത്തിൽ കാണുന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് മുകളിലെയും താഴെയും അറ്റോമിക മാസുകൾ, എലമെൻറ്റ്സിൻ്റെ അറ്റോമിക മാസുകൾ തമ്മിൽ കൂട്ടി അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് നമ്മൾ മീൻ കാണുന്നുണ്ട്, അരിത്തമെറ്റിക് മീൻ കാണാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾ? എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാണുക? അതിൻ്റെ മീൻ കാണാനുള്ള, അതായത് ആദ്യത്തെ 2ൻ്റെയും സം എടുത്ത ശേഷം അതിന് ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ നോക്കുക, 7 ലിത്തിയം, the atomic mass is 7 and potassium it is 39. So what will be the total atomic mass is equal to 46. 39 plus 7 is equal to 46. ഇനി അതിനെ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ that is equal to 23. So in that way he classified all the elements, or he arranged all the elements in that way. അതിൽ മധ്യത്തിൽ വരുന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് മുകളിലത്തെയും താഴത്തെയും അറ്റോമിക മാസിൻ്റെ അരിത്തമെറ്റിക് മീനിന് തുല്യമായിരിക്കും. That is equal to the arithmetic mean of the first and the third elements. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ അതിന് ഒരു പോരായ്മ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ, ഇങ്ങനെ എല്ലാ എലമെൻസും ഇങ്ങനെ ഒരു രീതിയിൽ 3, 3, 3 എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് ലഭ്യമായിരുന്ന അല്ലെങ്കിൽ അന്ന് നിലവിലുണ്ടായിരുന്ന കണ്ടുപിടിച്ചിരുന്ന എലമെൻസിനെ പരമാവധി അദ്ദേഹം ശ്രമിച്ചു ട്രയാഡ്സ് ആക്കി രൂപപ്പെടുത്തിയെടുത്തു. ബാക്കി ഒരുപാട് അവശേഷിക്കുന്ന എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ദേ വർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് കാറ്റഗറി ഓഫ് ട്രയാഡ്സ്. ഹി കുഡ് നോട്ട് ഇൻക്ലൂഡ് ദം ഇൻ എനി ഗ്രൂപ്പ്സ്. അദ്ദേഹത്തിന് അങ്ങനെ എല്ലാവരെയും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. So all elements, you can underline that all elements could not be classified into triads, which was the limitation of this classification. And next we are moving to the Newland's arrangement, Newland's classification of octaves. We call it Newland's classification of octaves. That is in 1866 it was. Newland arranged the non-56 elements. അപ്പോൾ കൂടുതൽ എലമെൻറ്റ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ന്യൂലാൻഡ്സിൻ്റെ ഡിസ്കവറി നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന കോൺട്രിബ്യൂഷൻ ഉള്ള സമയത്ത് there were 56 elements. അപ്പം അദ്ദേഹം അതിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? അതായത് 7 ഗ്രൂപ്പായിട്ട് 7 എണ്ണമുള്ള ഒരു ഗ്രൂപ്പ്. അതിൽ 8ാമത്തെ ആൾ എങ്ങനെയാണ് വരുന്നത്? 8ാമത്തെ എലമെൻറ്റ്സിന് ആദ്യത്തെ എലമെൻറ്റിൻ്റെ സ്വഭാവ സവിശേഷ ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ജസ്റ്റ് ലൈക്ക് നമ്മൾ സരിഗമ പാടുകയാണ്, സ രി ഗ മ പ ധ നി. ദെൻ ദ സ ഇസ് റിപ്പീറ്റിംഗ് അല്ലേ, വീണ്ടും സ വരികയാണ്. പിന്നെ അതുപോലെ റിപ്പീറ്റ് പോയിട്ട് പിന്നെയും സ വരും അല്ലേ. 7 ഇത് എന്താ പറയുക, അതിന് നോട്ട്സ് കഴിഞ്ഞാൽ വീണ്ടും സ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ അദ്ദേഹം എലമെൻസിന് 7 എലമെൻറ്റ്സ് ഒരു ഗ്രൂപ്പ്. പിന്നെ 8ാമത്തെ എലമെൻറ്റ് വരുന്നത് എന്താണ്? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അതേ സ്വഭാവ സവിശേഷതയോടുകൂടി. 9ാമത്തെ എലമെൻറ്റ് വരും 2ാമത്തതിൻ്റെ സവിശേഷ ഗുണങ്ങളോടുകൂടി. 10ാമത്തേത് വരും 3ാമത്തേതിൻ്റെത്. 11ാമത്തേത് 4ാമത്തേത്. അങ്ങനെ അദ്ദേഹം വർഗീകരിച്ചു. അപ്പം അതിനെയാണ് പറയുന്നത് എന്താ, ദ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. അത് പ്രൊപ്പോസ് ചെയ്ത ആളായിരുന്നു, സയൻറ്റിസ്റ്റ് ആയിരുന്നു ന്യൂലാൻഡ്സ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അന്ന് നിലവിലുണ്ടായിരുന്ന 56 എലിമെൻസിനെ അദ്ദേഹം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ഒക്ട മീൻസ് 8. അങ്ങനെ 8ാമത്തേത് 1ാമത്തതിൻ്റെ റിപ്പീറ്റേഷൻ എന്ന നിലയ്ക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ലോ ഓഫ് ഒക്ടേവ്സ്. ഓക്കെ, he compared this to the 7 notes of music.
But one of the noted limitations of this was the elements with higher atomic mass did not obey this rule. So you can note this point. What was the limitation of this octaves rule or law of octaves? ന്യൂലാൻഡ്സിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സിൻ്റെ ലിമിറ്റേഷൻ എന്തായിരുന്നു? അതായത് വലിയ മാസ്സുള്ള ഹയർ അറ്റോമിക് മാസ്സുള്ള എലമെൻസിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിച്ചില്ല എന്നാണ്. എലമെൻറ്റ്സ് വിത്ത് ഹയർ അറ്റോമിക് മാസ് ഡിഡ് നോട്ട് ഒബേ ദിസ് റൂൾ. Elements with higher atomic mass did not follow this rule. ചെറിയ ചെറിയ മാസ് ഉള്ളതിനെയൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഹയർ അറ്റോമിക് മാസ് വരുന്ന സമയത്ത് ഇങ്ങനെയൊരു പാറ്റേൺ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല, ഇങ്ങനെയൊരു റിപ്പീറ്റേഷൻ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ്. ഓക്കെ, നൗ അദ്ദേഹം കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒക്ടേവ്സ് ഓഫ് ന്യൂലാൻഡ്സ് ആണ് ഇവിടെ ടേബിൾ 4.2 കൊടുത്തിട്ടുള്ളത്. ലിത്തിയം, ബെറിലിയം, ബോറോൺ, carbon, nitrogen, oxygen, fluorine. Then again sodium comes. അല്ലേ, എട്ടാമത്തെ എലമെൻ്റ് ആയിട്ട് സോഡിയം വരുന്നത്. അപ്പം ലിഥിയത്തിന് താഴെയാണ് സോഡിയത്തിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അതായത് ലിഥിയവും സോഡിയവും ഒക്കെ ഒരേ പ്രോപ്പർട്ടീസ് ഷോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസിലൊരു വേരിയേഷൻ ഉണ്ടായിരിക്കും, ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. പിന്നെ മാഗ്നീഷ്യം എന്തിൻ്റെ താഴെയായിട്ടാണുള്ളത്? ബെറിലിയത്തിൻ്റെ. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ പ്രോപ്പർട്ടിയും ബെറിലിയത്തിൻ്റെ പ്രോപ്പർട്ടിയും സിമിലർ ആണ്. അലൂമിനിയം ആണെങ്കിൽ ബോറോണിന് താഴെയായിട്ടും, സിലിക്കൺ ആണെങ്കിൽ കാർബണിന് താഴെയായിട്ടും. ഫോസ്ഫറസ് ക്യാൻ ബി സീൻ ജസ്റ്റ് ബിലോ നൈട്രജൻ, ആൻഡ് സൾഫർ ക്യാൻ ബി സീൻ ബിലോ ഓക്സിജൻ, ആൻഡ് ക്ലോറിൻ ബിലോ ഫ്ലൂറിൻ. ഓക്കെ, ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ലൈൻ യു ക്യാൻ സീ പൊട്ടാസ്യം ആൻഡ് കാൽസ്യം ആർ ഓൾസോ അറേഞ്ച്ഡ് ഇൻ ദ സെയിം വേ. അപ്പോൾ നമുക്കറിയാം ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, ദേ ആർ ഫോമിങ് വൺ ഗ്രൂപ്പ്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കാണുന്ന കുത്തനെയുള്ള കോളങ്ങളെയാണ്, അല്ലെങ്കിൽ കോളം എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ കോളംസ് ആർ നോൺ ആസ് ഗ്രൂപ്പ്സ്, ആൻഡ് ഹൊറിസോണ്ടൽ കോളംസ് ആർ നോൺ ആസ് ഹൊറിസോണ്ടൽ റോ എന്ന് പറയില്ല, ഹൊറിസോണ്ടൽ റോസ് ആർ നോൺ ആസ് പീരിയഡ്സ്. അപ്പം വെർട്ടിക്കലി സീൻ കോളംസ് ആർ നോൺ ആസ് ഗ്രൂപ്പ്സ് ആൻഡ് ഹൊറിസോണ്ടൽ റോസ് ആർ നോൺ ആസ് പീരിയഡ്സ്. കുത്തനെയുള്ളതിനെ നമ്മൾ ഗ്രൂപ്പ് എന്നും ഇങ്ങനെ വിലങ്ങനെയുള്ളതിനെ നമ്മൾ പീരിയഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രൂപ്പ് എന്നുള്ളത് ഞാൻ വ്യക്തമാക്കി തരാം. ഈ ഒരു ഒക്ടേവ്സ് ഓഫ് ന്യൂലാൻഡ്സ് എന്നുള്ളതിലെ ഗ്രൂപ്പ് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ ആരൊക്കെയാണുള്ളത്? ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം. സെക്കൻഡ് ഗ്രൂപ്പിൽ കാണുന്നത് ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം. ഓക്കെ, നൗ യു ഗോട്ട് വാട്ട് ദ ഗ്രൂപ്പ് ഇസ്. ഓക്കെ, ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുത്തനെയുള്ള കോലത്തിനെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടലായിട്ട് എടുക്കുകയാണെങ്കിൽ, റോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, അതാണ് ഫസ്റ്റ് റോ വരുന്നത്. അതിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പീരീഡ് കൺസിസ്റ്റ് ഓഫ് എലിമെൻറ്റ്സ് ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. അപ്പം ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ഇങ്ങനെ 7 8 ഒന്നാമത്തേതിൻ്റെ റിപ്പീറ്റേഷൻ, 9 രണ്ടാമത്തേതിൻ്റെ റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റിനെയാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞിരുന്നത്. അത് പ്രൊപ്പോസ് ചെയ്ത ശാസ്ത്രജ്ഞൻ ന്യൂലാൻഡ്സ് ആണ്. പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഹയർ അറ്റോമിക് മാസ്സുള്ള എലമെൻസിനെ ഇങ്ങനെ വർഗീകരിക്കാൻ സാധിച്ചില്ല, ഇങ്ങനെ ഒരു പാറ്റേൺ അവരുടെ സ്വഭാവത്തിൽ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ പോരായ്മ അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് വാസ് ദ റഷ്യൻ സയൻറ്റിസ്റ്റ് ഡെമിട്രി ഇവാനോവിച്ച് മെൻഡലീവ് who created a table for the first time for the classification of elements. അദ്ദേഹമാണ് വളരെ വിപുലീകരിച്ചൊരു ടേബിളിന് ആദ്യമായി രൂപം കൊടുത്തത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ആണ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. സോ ഹൂ ഇസ് നോൺ ആസ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ? മെൻഡലീവ്. ഓക്കെ, ഡെമിട്രി ഇവാനോവിച്ച് മെൻഡലീവ്. ഹീ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. അപ്പം അന്ന് നിലവിലുണ്ടായിരുന്ന 63 എലമെൻറ്റ്സ് വെച്ചിട്ട് 63 എലമെൻറ്റ്സ് വെച്ചിട്ടാണ് അദ്ദേഹം ഇത് അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു ടേബിൾ രൂപം കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇൻക്രീസിങ് അറ്റോമിക് മാസ്, അദ്ദേഹം അറേഞ്ച് ചെയ്തത് ഏത് രീതിയിലാണ്? ഇൻക്രീസിങ് അറ്റോമിക് മാസ്, അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ, അതല്ലെങ്കിൽ കൂടിക്കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറിയുള്ള അറ്റോമിക് മാസ് ആദ്യം, പിന്നീട് ക്രമേണ കൂടിക്കൂടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് എസെൻഡിങ് ഓർഡറിൽ, അറ്റോമിക് മാസിൻ്റെ എസെൻഡിങ് ഓർഡറിലാണ് അദ്ദേഹം ഈ മൂലകങ്ങളെ അല്ലെങ്കിൽ എലമെൻസിനെ ക്രമീകരിച്ചിട്ടുള്ളത്. When arranged, he found that the chemical and physical properties of elements repeat at regular intervals. ഒരു പ്രത്യേക ഇൻ്റർവെൽ കഴിഞ്ഞാൽ
ജസ്റ്റ് ലൈക്ക് വി സെഡ് അബൌട്ട് ന്യൂലാൻഡ്സ് ഒക്ടേവ്സ്. ഒക്ടേവിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു 7 എലമെൻറ്റ്സ് കഴിഞ്ഞ് 8ാമത്തെ ആൾ വരുമ്പോൾ അവരുടെ സ്വഭാവ സവിശേഷതകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ് 1ാമത്തെ ആളിൻ്റെ എന്ന് പറഞ്ഞു. അതുപോലെ ഇദ്ദേഹത്തിനും ഒരു പ്രത്യേക പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന എലമെൻറ്റിൻ്റെ എങ്ങനെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിലൊരു പാറ്റേൺ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, റിപ്പീറ്റേഷൻ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബേസ്ഡ് ഓൺ ദിസ് മെൻ്റലീവ് പ്രൊപ്പോസ് ദ പീരിയോഡിക് ലോ ഓഫ് എലമെൻറ്റ്സ്. ഇനി എന്താണ് മെൻ്റലീവ്സിൻ്റെ പീരിയോഡിക് ലോ എന്ന് നോക്കാം. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് മാസസ്. അപ്പം അദ്ദേഹത്തിൻ്റെ ലോ ഇതാണ്. ഇതെന്തായാലും തീർച്ചയായും പഠിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ ലോ എന്താണ് പറയുന്നത്? ഒരു എലമെൻറ്റിൻ്റെ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതൊരു പീരിയോഡിക് ഫങ്ഷനാണ് എന്തിൻ്റെ? അറ്റോമിക് മാസിൻ്റെ. അതായത് എല്ലാ എലമെൻസിൻ്റെയും ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അറ്റോമിക് മാസിനനുസരിച്ച് അത് വർദ്ധിക്കുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്നു. ഇറ്റ്സ് എ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് അറ്റോമിക് മാസസ്. അല്ലെങ്കിൽ നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റും. അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കുറഞ്ഞു വരികയോ ചെയ്യുക. അതാണ് പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് അറ്റോമിക് മാസസ്. ഒരു കൃത്യതയേറിയ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു റെഗുലാരിറ്റി അവിടെ കാണാൻ പറ്റുന്നതാണ്. അറ്റോമിക് മാസ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്വഭാവ സവിശേഷങ്ങളിൽ റെഗുലാരിറ്റി കാണാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഏതാണ്ട് നമ്മുടെ ന്യൂലാൻഡ്സിൻ്റെ അതേ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മെൻ്റലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. മോസ്ലിയുടെ ഇന്ന് നാം ഫോളോ ചെയ്യുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ബേസിസ് ആണ്, അല്ലെങ്കിൽ അതിനടിസ്ഥാനമായി വന്നത് ഇദ്ദേഹത്തിൻ്റെ മെൻ്റലീവ്സിൻ്റെ പീരിയോഡിക് ടേബിളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മെൻ്റലീവ്സിനെ നമ്മൾ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അദ്ദേഹം അന്ന് കാണപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ വർഗീകരിച്ച രീതിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മെൻ്റലീവ്സ് പീരിയോഡിക് ടേബിൾ? അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തെല്ലാം രീതിയിലാണത് പ്രയോജനകരമായത് എന്നുള്ളതാണ് നമുക്ക് നോക്കാവുന്നത്. So elements were classified in such a way that elements of similar properties were placed in the same group. നമ്മൾ നേരത്തെ പഠിച്ചു ഗ്രൂപ്പ് എന്താണെന്നുള്ളത് അല്ലേ? കുത്തനെ കാണുന്ന കോളങ്ങളെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം എലമെൻറ്റ്സ് വിത്ത് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഏകദേശം ഒരുപോലെ ഗുണങ്ങളുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സമാനത പുലർത്തുന്ന എലമെൻറ്റ്സിന് നമുക്ക് ഓരോ ഗ്രൂപ്പിലും കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് അറ്റോമിക മാസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ക്രമീകരിച്ച ഈ പട്ടികയിലെ എലമെൻറ്റ്സിൽ ഓരോ കുത്തനെയുള്ള ഗ്രൂപ്പിലും കാണപ്പെടുന്ന എലമെൻറ്റ്സിന് സമാനമായ സവിശേഷ ഗുണങ്ങളാണുള്ളത്. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും സമാനത പുലർത്തുകയാണ് അവർ ചെയ്യുന്നത്. ലേണിംഗ് കെമിസ്ട്രി വാസ് thus മെയ്ഡ് ഈസിയർ. അതുകൊണ്ട് തന്നെ നമ്മൾ കെമിസ്ട്രിയിൽ എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് എലമെൻറ്റ്സ് വേണം. അപ്പോൾ എലമെൻറ്റ്സിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കുന്ന ഒരു കെമിസ്ട്രി വളരെയധികം ഈസി ആയി തീർന്നു ഈ ഒരു ടേബിൾ വന്നതോടുകൂടി. കാരണം ഒക്കെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കെല്ലാം ഒരു നീറ്റ്നെസ് വരും, അത് പഠിക്കാൻ ഈസി ആവും അല്ലേ. സം എലമെൻറ്റ്സ് ഡിഡ് നോട്ട് ഫോളോ ദ കറക്റ്റ് അസെൻഡിങ് ഓർഡർ ഓഫ് ദ അറ്റോമിക് മാസസ്. പക്ഷേ ഏതാനും ചില എലമെൻറ്റ്സ് ഈ ഒരു ഓർഡറിന് എക്സെപ്ഷണൽ കേസസ് ആയിരുന്നു. അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഓർഡറിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അറ്റോമിക് മാസ് വർദ്ധിക്കുമ്പോൾ ആ ഒരു സ്വഭാവ ഗുണങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സവിശേഷ ഗുണങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അവർ കാണിച്ചിരുന്നില്ല ഏതാനും ചില എലമെൻറ്റ്സ്. So he pointed out that this could be due to the wrong determination of atomic mass. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞത് ഇത് ചിലപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു ടെക്നിക്ക് വെച്ച് അറ്റോമിക് മാസ് ഫൈൻഡ് ഔട്ട് ചെയ്തതിൻ്റെ ന്യൂനത കൊണ്ടാവാം. അപ്പം വീണ്ടും പുതിയ സയൻറ്റിസ്റ്റ് വന്നതിന് ശേഷം അറ്റോമിക് മാസ് പുതിയ സോഫിസ്റ്റിക്കേറ്റഡ് വേയിലൂടെ കണ്ടുപിടിച്ചപ്പോൾ അതും തെളിഞ്ഞു വന്ന കേസാണ്. അതായത് ബെർലിയത്തിൻ്റെ അറ്റോമിക് മാസ് അന്ന് കണ്ടെത്തിയിരുന്നത് ബെർലിയത്തിൻ്റെ അറ്റോമിക് മാസ് 14 എന്നായിരുന്നു. പിന്നീട് കൂടുതൽ പുതിയ ടെക്നോളജിയിലൂടെയും പുതിയ ഡിസ്കവറിയിലൂടെയും ബെർലിയത്തിൻ്റെ മാസ് എന്നത് 9 എന്നാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപാട് എലമെൻറ്റ്സിന് അന്ന് കണ്ടുപിടിച്ചതിലുള്ള തെറ്റ് കാരണം അദ്ദേഹത്തിന് ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നിട്ടുണ്ട്. ഇനി കോളംസ് were left vacant for elements which were not known at that time. പിന്നെ അന്ന് എല്ലാ എലമെൻറ്റ്സ് ഒന്നും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ചില കോളംസ് വേക്കൻ്റ് ആയിരുന്നു, ചില ഭാഗങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞിരുന്നു, പക്ഷേ എന്താണ്, ദിയർ പ്രോപ്പർട്ടീസ് വർ പ്രെഡിക്റ്റഡ്. അദ്ദേഹം അന്ന് തന്നെ ആ പ്രോപ്പർട്ടീസ് പ്രവചിച്ചിരുന്നു.
ആ കോളത്തിൽ ആ ഒരു പ്രത്യേക പൊസിഷനിൽ വരുന്ന ആളുടെ ഗുണഗണങ്ങൾ ഇതായിരിക്കും എന്ന് അദ്ദേഹത്തിന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അതെന്തുകൊണ്ടാണ് പറ്റിയത്? അദ്ദേഹം കമ്പയർ ചെയ്തിട്ട് അല്ലേ, അതിന് മുന്നിലും പിന്നിലുമുള്ള എലമെൻസിൻ്റെ സ്വഭാവ സവിശേഷതകളുമായി താരതമ്യം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കമ്പയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് പ്രവചിക്കാൻ കഴിഞ്ഞു. ഹി കുഡ് പ്രിഡിക്റ്റ് വാട്ട് വർ ദ ഓർ വാട്ട് വിൽ ബി ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ അപ്കമിങ് എലമെൻറ്റ്സ്. ആ പുതിയതായി കണ്ടുപിടിക്കപ്പെടുന്ന എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അന്ന് പ്രവചിക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു ആറ്റോമിക് മാസസിന് ഈ ഒരു രീതിയിൽ ആറ്റോമിക് മാസസിൻ്റെ രീതിയിൽ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ റിപ്പീറ്റേഷൻ വരുന്നുണ്ട് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയുടെ പഠനം എന്ന് പറയുന്നത് വളരെ ഈസി ആയി തീർന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ചില എലമെൻസിൻ്റെ അറ്റോമിക മാസസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നത്. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് അത് റോങ്ലി ഡിറ്റർമിൻ ചെയ്തതായിരിക്കാം. അത് പിന്നീട് സത്യമാണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്തു. പിന്നീടുള്ള കണ്ടുപിടുത്തങ്ങളിൽ ആറ്റോമിക മാസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ബെറിലിയത്തിൻ്റെ മാസ് തന്നിരിക്കുന്നു 14 ആയിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്, പിന്നീട് അത് 9 ആണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ ശരിയാണെന്ന് അറിയുകയും ചെയ്തു. പിന്നെ ഒരു അദ്ദേഹത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ നല്ലൊരു വശം എന്ന് പറയുന്നത് ആ ടേബിളിൻ്റെ ചില കോളംസ് നമുക്ക് അന്ന് ഒഴിവാക്കി കിടന്നിരുന്നു. കാരണം ആ കാലത്ത് ആ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആ മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു കാലത്ത് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്വഭാവങ്ങൾ ഇന്നതായിരിക്കും, അത് ഇന്ന രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നെല്ലാം അദ്ദേഹത്തിന് പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് ഒരു വലിയ ഗുണമായിട്ടാണ് കരുതുന്നത്. ഇനി എന്തെല്ലാമാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൻ്റെ ലിമിറ്റേഷൻ എന്തെല്ലാമാണെന്ന് നോക്കാം. എലമെൻറ്റ്സ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ പ്രോപ്പർട്ടീസ് വർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ചില ഗ്രൂപ്പിലെല്ലാം ചില ഗ്രൂപ്പിലെ എലമെൻറ്റ്സിൽ അവർ തമ്മിൽ വളരെ വ്യത്യാസം കണ്ടിരുന്നു. കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വളരെയധികം ഡിഫറൻസ് കാണാൻ സാധിച്ചിരുന്നു. അതിനൊരു എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നത് ഹാർഡ് മെറ്റൽസായ കോപ്പറും സിൽവറും ഒക്കെ വളരെ സോഫ്റ്റ് മെറ്റൽസായ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കൂടെയാണ് ക്രമീകരിച്ചിരുന്നത്. രണ്ടും ലോഹങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഈ 4 ആളും ലോഹങ്ങളാണ്. പക്ഷേ കോപ്പർ, സിൽവർ എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള മെറ്റൽസാണ്. സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൈകൊണ്ട് പൊട്ടിച്ചാൽ പൊട്ടുന്ന അത്രയും സോഫ്റ്റായ മെറ്റൽസാണ് സോഡിയം, പൊട്ടാസ്യം. അപ്പം അതിൻ്റെ കൂടെ ഈവൻ ദോ ദേ വർ മെറ്റൽസ്, അവർ മെറ്റൽസ് ആയിരുന്നെങ്കിൽ കൂടി അതിനെ ഒരു ഗ്രൂപ്പിൽ വർഗീകരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം അവരുടെ സ്വഭാവ സവിശേഷതകൾ വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പം അതൊരു ന്യൂനതയായിട്ടോ അല്ലെങ്കിൽ പോരായ്മയായിട്ടോ പറയാവുന്നതാണ്. പിന്നീടുള്ളത് നോ പ്രോപ്പർ പൊസിഷൻ കുഡ് ബി ഗിവൻ ടു ദ എലമെൻറ്റ് ഹൈഡ്രജൻ. എലമെൻസിൻ്റെ പൊസിഷൻ എവിടെയാണ് അദ്ദേഹം കൊടുത്തിരുന്നത്? എലമെൻസിൻ്റെ പൊസിഷൻ കൊടുത്തിരുന്നത് നമുക്കറിയാം. പീരിയഡ് 1 you can see element position in the group R2O. You can see that element's position of hydrogen is along with the metals. ഹൈഡ്രജൻ എന്ന് പറയുന്നത് അതൊരു മെറ്റലോ അല്ലെങ്കിൽ നോൺ മെറ്റലോ അല്ല അല്ലേ. പക്ഷേ അദ്ദേഹം കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ്? മെറ്റൽസിൻ്റെ കൂടെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. മെറ്റൽസിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ്, ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ് ഹൈഡ്രജന് കൊടുത്തിരുന്നത്. അപ്പോൾ അതൊരു പോരായ്മയായി അല്ലെങ്കിൽ ന്യൂനതയായി കണക്കാക്കാവുന്നതാണ്. And the increasing order of atomic mass was not strictly followed throughout. ഇനി മുഴുവൻ മെറ്റൽസിൻ്റെയും, അത് ആദ്യമേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് എന്നത് അറ്റോമിക് മാസ് വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള ആ ഒരു ക്രമീകരണ ശ്രേണിയിൽ എല്ലാ എലമെൻസും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. ആ ഒരു പാറ്റേൺ അവർ ഫോളോ ചെയ്തിരുന്നില്ല എല്ലാവരും എന്നുള്ളതാണ് അദ്ദേഹത്തിന് മറ്റൊരു പോരായ്മയായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടേബിളിൻ്റെ മറ്റൊരു പോരായ്മയായി പറഞ്ഞിരുന്നത്. അപ്പം ഒന്നാമത്തെ പോരായ്മയായിട്ട് പറയുന്നത് ഒരു ഗ്രൂപ്പിലുള്ള വിവിധ മെമ്പേഴ്സ് തമ്മിൽ വളരെ വ്യത്യാസമുണ്ടായിരുന്നു അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലെല്ലാം. പിന്നെ വേറൊരു വ്യത്യാസമായി പറയുന്നത് ഹൈഡ്രജൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ്. പിന്നെ ഒരു പ്രോപ്പർ പൊസിഷൻ ഹൈഡ്രജന് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ന്യൂനത. മൂന്നാമത്തെ ന്യൂനതയായി പറഞ്ഞത് എന്താണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് എന്നുള്ളത് അത് ചില എലമെൻറ്റ്സ് സ്ട്രിക്ട്ലി അത് ഫോളോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പോരായ്മയായി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. അതിനുശേഷം നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഹിസ്റ്ററി വരുന്നത് ആദ്യമായി നമ്മൾ പറഞ്ഞിരുന്നത് ലാവോസിയറെ കുറിച്ചാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയ ഒരു സയൻറ്റിസ്റ്റാണ്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ഡിസ്കവറീസും കിട്ടുന്നതാണ്. അപ്പം അദ്ദേഹം അന്നുണ്ടായിരുന്ന 30 എലമെൻസിനെ മെറ്റൽസ്, നോൺ മെറ്റൽസ് എന്ന് ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോരായ്മ എന്ന് പറയുന്നത്, ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ പോരായ്മ എന്ന് പറയുന്നത് മെറ്റലോയിഡ്സ് എന്നൊരു ഗ്രൂപ്പിനെ, ഒരു വിഭാഗത്തിനെ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല എന്നതാണ്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് ലെവോസറാണ്. ഡോബർനിയറാണ്. ഡോബർനിയറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 3-3-3, ദാറ്റ് ഇസ് ട്രയഡ്സ്, 3 എണ്ണം ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഉള്ള വിവിധ ഗ്രൂപ്പുകളായിരുന്നു. ഓരോ ഗ്രൂപ്പിലും 3 മെമ്പേഴ്സ്. അതിൽ നടുക്ക് വരുന്ന മെമ്പറുടെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് ആദ്യത്തേതിൻ്റെയും അവസാനത്തേതിൻ്റെയും മാസുകൾ തമ്മിൽ കൂട്ടി അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നതാണ്. അതായത് എരത്മെറ്റിക് മീൻ ആയിരുന്നു. എരത്മെറ്റിക് മീൻ ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെൻറ്റ്, അതായിരുന്നു സെക്കൻഡിൻ്റെ അല്ലെങ്കിൽ നടുക്കുള്ളതിൻ്റെ മാസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് എല്ലാ മൂലകങ്ങളെയും, അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ എലമെൻസിനെയും ഇങ്ങനെ ട്രയാഡ്സിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിന് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആ ഒരു പോരായ്മ. ഇനി നമ്മൾ പഠിച്ചത് ന്യൂലാൻഡ്സിൻ്റെ ലോ ഓഫ് ഒക്ടേവ്സ് ആണ്. അപ്പോൾ സാരിഗമ പധനിസ ഓർമ്മിച്ച് വെക്കുക. അതിലെങ്ങനെയാണ് 7 എലമെൻറ്റ്സ് കഴിഞ്ഞാൽ 8ാമത്തെ എലമെൻസിൻ്റെ എല്ലാ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഒന്നാമത്തേതിനോട് സാദൃശ്യം പുലർത്തുന്നതാണ്. രണ്ടാമത്തേതിൻ്റേത് എന്താണ്? 9ാമത്തേതിൻ്റെ അല്ലേ, 9, 2, അങ്ങനെ എല്ലാ എലമെൻസും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അപ്പം അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് എന്തായിരുന്നു? അദ്ദേഹത്തിന് എല്ലാ എലമെൻസും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു രീതി ഫോളോ ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് അറ്റോമിക മാസ് കൂടുതലുള്ള, ഹയർ അറ്റോമിക് മാസ് ഉള്ള എലമെൻറ്റ്സ് ഈ ഒരു റൂൾ ഫോളോ ചെയ്തിരുന്നില്ല, ഒബേ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മൾ ഡെമിട്രി ഇവാനോവിച്ച് മെൻഡലീഫിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അദ്ദേഹം അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളുടെ ഫിസിക്കലും കെമിക്കൽ പ്രോപ്പർട്ടീസും ഉള്ളത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വം. അപ്പം അദ്ദേഹം ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അറ്റോമിക് മാസ് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് അദ്ദേഹം ക്രമീകരിച്ചു ഒരു പീരിയോഡിക് ടേബിൾ തന്നെ അദ്ദേഹം രൂപപ്പെടുത്തി. അതാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അന്നുള്ള എല്ലാ മൂലകങ്ങളെയും ഇതുപോലെ വർഗീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് മാസ്. എല്ലാ എലമെൻസിൻ്റെയും ഫിസിക്കലും കെമിക്കലും പ്രോപ്പർട്ടീസ്, സവിശേഷതകൾ എന്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? അറ്റോമിക് മാസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഡ്വാൻറ്റേജ് പിന്നെ പറഞ്ഞു. നമ്മൾ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഓരോ ഗ്രൂപ്പിലും, കുത്തനെയുള്ള ഓരോ ഗ്രൂപ്പിലും കാണുന്ന എലമെൻസിൻ്റെ സ്വഭാവ സവിശേഷ ഗുണങ്ങൾ ഏതാണ്ട് ഒരുപോലെയായിരുന്നത് കൊണ്ട് തന്നെ കെമിസ്ട്രി പഠനം വളരെ ഈസിയായി തീർന്നു. രണ്ടാമതായി പറഞ്ഞത്, അദ്ദേഹത്തിന് ചില അറ്റോമിക് മാസസ് അതിൽ ശരിയായ രീതിയിൽ വന്നിരുന്നില്ല. അതിന് കാരണം അദ്ദേഹം പറഞ്ഞത് അറ്റോമിക് മാസ് കണ്ടുപിടിച്ച രീതിയിലുള്ള കുറവായിരിക്കാം. അത് ശരിയാണെന്ന് പിന്നീട് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ റൈറ്റ് അബൌട്ട് ബെറിലിയം. ആദ്യം അതിൻ്റെ അറ്റോമിക് മാസ് 14 എന്നായിരുന്നു പറഞ്ഞിരുന്നത്, പിന്നീട് അത് 9 ആക്കി. അതുപോലെ ചില കോളംസ് അദ്ദേഹം ബ്ലാങ്ക് ആക്കി വെച്ചിരുന്നു, വേക്കൻ്റ് ആക്കി വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് എലമെൻറ്റ്സ് കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും കാലത്ത് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇന്നതായിരിക്കാം അതിൻ്റെ സ്വഭാവ സവിശേഷ ഗുണങ്ങളെന്ന്. ഇനി ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ന്യൂനതകളായി പറയാവുന്നത്, ഒന്നാമത്തേത് എന്താണ്? ഒരു ഗ്രൂപ്പിൽ ഉള്ള പല മൂലകങ്ങളുടെയും സ്വഭാവ സവിശേഷതകളിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് കോപ്പറിൻ്റെയും സോഡിയത്തിൻ്റെയും കാര്യം നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ പറഞ്ഞത് ഹൈഡ്രജൻ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ, പ്രത്യേക സ്ഥാനം കൊടുത്തിരുന്നില്ല എന്നതാണ്. ഹൈഡ്രജന് കൊടുത്തിരുന്ന സ്ഥാനം എന്നത് മെറ്റൽസിൻ്റെ കൂടെയാണ്, ഏറ്റവും മുകളിലായി, ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓഫ് ദ മെറ്റാലിക് ഗ്രൂപ്പ്. മെറ്റൽസിനെ ഇൻക്ലൂഡ് പെടുത്തിയിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഹൈഡ്രജന് സ്ഥാനം കൊടുത്തത്. പിന്നെ മൂന്നാമത്തേതായി പറയുന്നത് എന്താണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് വാസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ് ത്രൂ ഔട്ട്. ഈ ഒരു പട്ടിക മുഴുവനായിട്ടും ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് എന്നത് ഫോളോ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അടുത്ത ന്യൂനതയായിട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ പോരായ്മയായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതൊരു എന്താണ് കൂടുതലായി നിങ്ങൾക്ക് റീഡ് ചെയ്യാനുള്ളതാണ്, ലിറ്ററേച്ചർ പോലെയാണ്. നിങ്ങൾക്ക് റീഡ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണുള്ളത്. ഹിസ്റ്ററി ബിഹൈൻഡ് ദ
ഡിസ്കവറി ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.